ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ശശി തരൂരിനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി, ദിവസങ്ങളായി ശശി തരൂർ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ്. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ ചാനൽ ചർച്ചകളിൽ വൈകിട്ട് 8 മണി അല്ലെ 9 മണിക്ക് ചാനൽ ചർച്ചകളിൽ വന്ന് ചർച്ച ചെയ്യുമ്പോൾ, ഇങ്ങനെ ട്രിവാൻഡ്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ട്രിവാൻഡ്രം കോൺസ്റ്റിറ്റ്യുവൻസിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബി ജെ പിക്കാർ പറയും ശശി തരൂർ തോക്കണം. അവർ നാച്ചുറലായിട്ടും പറയും ശശി തരൂർ തോക്കണം. കാരണം അവർ എതിർ സ്ഥാനാർത്ഥിയാണ്. അവർ സ്ഥാനാർത്ഥി വിജയിക്കാൻ വേണ്ടി പറയും. കോൺഗ്രസ്സുകാർ അവരുടെ സ്ഥാനാർത്ഥി ശശി തരൂരായതുകൊണ്ട് ജയിക്കുമെന്ന് പറയുന്നുണ്ട്. ഇടതുപക്ഷക്കാർ പോലും ശശി തരൂരിനെ എതിർത്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്നെ സംശയിപ്പിച്ചത് അതല്ല. ഈ സ്വതന്ത്ര നിരീക്ഷകരെന്ന് പറഞ്ഞ കുറേ ആൾക്കാർ ചാനൽ ചർച്ചയിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അവർ ശശി തരൂർ തോക്കണമെന്ന് പറഞ്ഞ അതും വലിയ ഉന്നതരമായ പണ്ഡിതന്മാരാണ്. എനിക്ക് തന്നെ സംശയം തോന്നി. ഇപ്പം നമ്മളൊരു പ്രൊഫഷണൽ ഒപ്പീനിയന് വേണ്ടി വിളിച്ചിരിക്കുവാണെങ്കിൽ നമ്മളവിടെ ബയസ്ഡായിട്ട് ഒപ്പീനിയൻ പറയാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യക്ക് വേണ്ടി ലോക രാഷ്ട്രങ്ങളിൽ പോയി ഇന്ത്യക്ക് വേണ്ടി ഭംഗിയായി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ്, അത് MP, ആ പുള്ളിക്കുള്ള ഡ്രോബാക്ക് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും മണ്ഡലത്തിൽ കാണത്തില്ല, കല്യാണത്തിന് വരത്തില്ല, ശവടക്കിന് വരത്തില്ല, അങ്ങനെ പല ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒരു ശശി തരൂർ എന്ന് പറഞ്ഞാൽ വളരെ വലിയ സ്റ്റേച്ചറുള്ളൊരു മനുഷ്യനെ നമ്മൾ എത്രമാത്രം ചെറുതായിട്ടാണ് ഈ ചാനൽ ചർച്ചയിൽ സ്വതന്ത്ര നിരീക്ഷകരായിട്ട് വന്നിരിക്കുന്നവർ അവതരിപ്പിച്ചത്. ഇത് കണ്ടപ്പോൾ ഈ കുറേ വാർത്തകൾ, കഴിഞ്ഞ കുറേ ആഴ്ചകളിലെ വാർത്തകൾ ശശി തരൂരിനെ കുറിച്ച് ഇന്ത്യ പ്രതിനിധീകരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ, ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ, അതിനെ വളരെ സ്ട്രാറ്റജിക്കായിട്ടും വളരെ അതിൻ്റെ പിന്നിൽ ഫാക്ട്സ് വെച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഒരു മലയാളി എന്ന നിലയിൽ, അതിനേക്കാളും ഒരു ഇന്ത്യയിൽ ജനിച്ച ഒരാളെന്നുള്ള നിലയിൽ വളരെയധികം സന്തോഷമാണ് ഉണ്ടായത്. അപ്പോഴാണ് ഈ സ്വതന്ത്ര നിരീക്ഷകരുടെ സ്വതന്ത്ര നിരീക്ഷക പട്ടം നമുക്ക് സംശയിക്കേണ്ടതാണ്.